ശ്രീ എൻ കെ അബ്ദുൽ അസീസ്, ഭരണവിരുദ്ധ വികാരമില്ല, മൂന്നാം ഊഴം ഉറപ്പിച്ചു എന്ന രൂപത്തിൽ പോയിക്കൊണ്ടിരുന്ന LDF-നും പിണറായി സർക്കാരിനും ഈ നിലമ്പൂർ വിധി എന്ത് പാഠമാണ് നൽകുന്നത്? ഭരണവിരുദ്ധ വികാരമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം എന്തെന്നാൽ ഭരണവിരുദ്ധമായ ഒരു പ്രചാരണം ഐക്യജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ നടത്തിയിട്ടില്ലല്ലോ. അവർ നിലമ്പൂരിൽ നടത്തിയതാകമാനം വർഗീയമായ മതാധിഷ്ഠിതമായ അതല്ലെങ്കിൽ മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത്തരം സംഗതികളാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നത്. കേരളത്തിലെ വികസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വികസനമില്ല എന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒരു തരത്തിലുള്ള ചർച്ചയും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ പറഞ്ഞത് മുഴുവൻ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് UDF പ്രചരിപ്പിച്ച ഭരണവിരുദ്ധ വികാരത്തിന് അതല്ലെങ്കിൽ ഭരണവിരുദ്ധതയ്ക്ക് ജനങ്ങൾ കൊടുത്തിട്ടുള്ള വോട്ടാണ് എന്ന് ഒരു നിലക്കും പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നേരത്തെ കഴിഞ്ഞ തവണ നേടിയ വോട്ടിനേക്കാൾ വോട്ടിൻ്റെ എണ്ണം ഏറുമായിരുന്നില്ല. 6000-ഓളം വോട്ടിൻ്റെ വർധനവ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥിക്ക് കിട്ടിയല്ലോ. മാത്രമല്ല സ്വരാജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 6000 വോട്ടിന്റെ എണ്ണം കൂടിയെന്ന് പറഞ്ഞത് അബ്ദുൽ അസീസ് എന്താണ്? 6000 വോട്ട് അധികമായി LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്ന് പറഞ്ഞത് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. 2021 കണക്കോ? അതെ അതെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 16000 വോട്ട് കുറഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് തട്ടിച്ചു നോക്കൂ. അവിടെ വലിയ തോതിലുള്ള വ്യത്യാസമാണുള്ളത്. മാത്രമല്ല സ്വരാജ് മത്സരിച്ചത് CPIM-ന്റെ ചിഹ്നത്തിലാണ്. കഴിഞ്ഞ തവണ അൻവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സ്വാഭാവികമായും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടുന്ന ഒരു വിഭാഗം വോട്ടുണ്ട്. ആ വോട്ട് അൻവർ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ CPIM സ്ഥാനാർത്ഥിക്ക് അവരുടെ നേരത്തെയുള്ള കണക്കിൽ ഒരു കുറവും വന്നിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ 9 വർഷമായി അൻവറാണ് അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്, MLA ആയിരിക്കുന്നത്, PV അൻവർ. ആ PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭയിൽ പിന്തുണയ്ക്കുന്ന MLA ആയിരിക്കെ സ്വാഭാവികമായും ആ ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ മുഴുവൻ അവകാശവാദവും ഏറ്റെടുക്കാൻ അതല്ലെങ്കിൽ ക്രെഡിറ്റും ഏറ്റെടുക്കാൻ അൻവർ ഇക്കാലം അത്രയും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടതുപക്ഷ MLA എന്ന നിലയിൽ നിലമ്പൂരിലെ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷം ഗവൺമെന്റ് വാരിക്കോരി വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അവകാശവാദം ഉന്നയിക്കുന്നത്, പിതൃത്വം ഏറ്റെടുക്കുന്നത് PV അൻവർ ആയിരുന്നു. സ്വാഭാവികമായും അൻവർ നിയമസഭാംഗത്വം ഒഴിവാകുമ്പോൾ ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ് എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ അതല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ സ്വാധീനിക്കാൻ അൻവറിന് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വോട്ട് കൂടി യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടേണ്ടിയിരുന്ന വോട്ട് കൂടി അൻവർ പിടിച്ചു. ഇടതുപക്ഷത്തിൻ്റെ വികസനം എൻ്റേതാക്കി മാറ്റിക്കൊണ്ട് അൻവർ നേടിയിട്ടുള്ള വോട്ടുണ്ടല്ലോ, അത് ഇടതുപക്ഷത്തിനുള്ള വോട്ടാണ്, അതാണ് ആയി മാറേണ്ടിയിരുന്നത്. അതിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പൊ UDF ജയിച്ചു എന്ന് പറയുന്നത്. ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ ഭരണപക്ഷ MLA എന്ന നിലയിൽ അൻവറിന് ഇത്ര വോട്ട് കിട്ടേണ്ടിയിരുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ശരി.